നമസ്കാരം. പുരുഷ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം ഉദ്ധാരണമാണ്. ഉദ്ധാരണം അതിൻ്റെ കറക്റ്റ് സമയങ്ങളിൽ ഹാർഡാകാത്തത്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറവ്, ഇനി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ തന്നെ വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല, അമിതമായ മാനസിക സംഘർഷം, ഉത്കണ്ഠ, അതുപോലെ തന്നെ ലോവർ അബ്ഡോമൻ ഭാഗത്ത്, അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു, അവിടുത്തെ മസിൽസ് വീക്കാകുന്നു. അങ്ങനെ പല കാരണങ്ങളാണ് ഉദ്ധാരണത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഇനി കാരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് പരിഹരിക്കാനുള്ള 2 പ്രധാനപ്പെട്ട സൂപ്പർ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഒന്നാമതായിട്ടൊരു നാച്ചുറൽ മരുന്നാണ് പരിചയപ്പെടുത്തുന്നത്. മരുന്നിന് ശേഷം നമ്മൾ വ്യായാമം, ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ കിച്ചണിൽ നമ്മൾ മിക്കവാറും ദിവസങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് തന്നെയുള്ള മരുന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ്, ഒരു പ്രത്യേക അളവിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അതിനൊരു മെഡിസിനൽ എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കുറച്ച് ബ്ലഡ് സർക്കുലേഷനെ കൂട്ടുന്നു. ബ്ലഡ് സർക്കുലേഷൻ പ്രത്യേകിച്ച് പെൽവിക് ഫ്ലോർ മസിൽസിലും അതുപോലെ തന്നെ ലോവർ അബ്ഡോമൻ ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ന്യൂട്രിയൻസ് ശരിയായിട്ട് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. പല ഗുണങ്ങളാണ് ഈ മരുന്ന് കൊണ്ട് നമുക്കുണ്ടാകുന്നത്. അപ്പം നമുക്കിനി മരുന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 5 കാര്യങ്ങൾ വേണം. 1 ബീട്രൂട്ട്, 2 വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ, തേന്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചെറിയ അളവ് മതി ഒരു നേരത്തെ മരുന്നുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബീട്രൂട്ടും വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം ഉപയോഗിക്കാൻ. ഇഞ്ചിയൊക്കെ ഉണങ്ങിയ ഇഞ്ചി ആയിരിക്കരുത്, നല്ല പച്ച ഇഞ്ചി ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കണം. അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയാണ് നല്ലത്. അപ്പോൾ ഉലുവ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മതി. തലേന്ന് വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചതായിരിക്കണം. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ തേനും ലാസ്റ്റ് മിക്സ് ചെയ്താൽ മതി. കണ്ടോ, ഇത്രയും ബീട്രൂട്ട് മതി ഒരു നേരത്തെ മരുന്ന് പ്രിപ്പയർ ചെയ്യാൻ. ഇത്രയും ബീട്രൂട്ട് മതി. അതുപോലെ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി മതി. വെളുത്തുള്ളി ആണെങ്കിലും ഒരല്ലി വെളുത്തുള്ളി മതി നമുക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഉലുവ തലേന്ന് വെള്ളത്തിനകത്തിട്ട് കുതിർത്തത് 1/2 ടേബിൾ സ്പൂൺ മതി. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മതി തേനും. ഇവിടെ നമ്മൾ തേനൊഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ അരച്ചെടുക്കണം, മിക്സിക്കകത്ത് അരച്ചെടുക്കണം. തേൻ ലാസ്റ്റിൽ ചേർത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരയാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. അത് അരച്ചെടുക്കാനായിട്ട് ഒരു ക്രീം പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ മരുന്ന് അന്നേരം തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അഥവാ ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കിപ്പോയെങ്കിൽ, ഒരു നേരം ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കിപ്പോയെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് പിറ്റേ ദിവസം തണുപ്പ് മാറി കഴിക്കാം. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തേൻ മിക്സ് ചെയ്യാം. തേൻ മിക്സ് ചെയ്ത് ഒരു ടോണിക്ക് പരുവത്തിലാക്കിയെടുക്കണം. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യുകയും അതുപോലെ നമ്മുടെ ബ്ലഡിനെയൊക്കെ നന്നായിട്ട് തിന്നാക്കുന്ന വളരെ നല്ലൊരു മെഡിസിനാണിത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പോലും ഇല്ലാതിരിക്കരുത്, ഈ 5 കാര്യങ്ങളും വേണം. ഈ 5 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇതിനൊരു മെഡിസിനൽ എഫക്റ്റ്. അപ്പോൾ ഈ മരുന്ന് കഴിക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. അത് ആദ്യത്തെ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. 1 ടേബിൾ സ്പൂൺ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ കഴിക്കുക. അതിനുശേഷം ആഴ്ചയിൽ 3 ദിവസം, 21 ദിവസം കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 3 ദിവസം വെച്ച് കഴിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ ഉടനെ 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക, ഇളം ചൂടുവെള്ളം. അതിനുശേഷം ഒരു 15 മിനിറ്റ് ശേഷം 1 ടേബിൾ സ്പൂൺ മരുന്ന് കഴിക്കുക. മരുന്ന് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ 1 മണിക്കൂറത്തേക്ക് പിന്നെ മറ്റുള്ള ആഹാരങ്ങൾ അതുപോലെ വെള്ളം കുടിക്കരുത്. മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഉടനെ തന്നെ വ്യായാമം ചെയ്യുക. വാമപ്പ് ചെയ്തതിന് ശേഷം വേണം യോഗ ചെയ്ത് തുടങ്ങാൻ. ആദ്യമായിട്ട് നമുക്ക് പവനമുക്താസനത്തിൻ്റെ ഒരു വേരിയേഷൻ ചെയ്യാം. പവനമുക്താസനം ചെയ്യുമ്പോൾ നമ്മൾ മുട്ട് മടക്കിയാണ് മുട്ടിൽ മുട്ടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാല് നീട്ടി വെച്ച് തന്നെയാണ്. അതിന് കാരണം നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാല് മുട്ടിൽ മുട്ടിക്കണമെന്നില്ല, കാല് പൊക്കി വെച്ചിരിക്കുന്ന പൊസിഷൻ മാത്രം ചെയ്താലും മതി.
നമ്മുടെ ലോവർ അബ്ഡോമിൻ ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ കിട്ടുന്ന എക്സർസൈസാണിത്. അതുപോലെ 2 കാല് പൊക്കിയിട്ട് വിടർത്തി വെക്കുന്ന രീതിയുണ്ട്, അതും വേണം ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. പക്ഷേ ഈ രീതി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടൊരു സ്റ്റിമുലേഷൻ കിട്ടുന്നത്, പ്രത്യേകിച്ചും മൂക്ക് മുട്ടിൽ മുട്ടിക്കുന്ന ശ്രമിക്കുന്ന ഒരു രീതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂക്ക് മുട്ടിൽ മുട്ടിക്കുന്ന സമയത്ത് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം. നമ്മുടെ സാധാരണ ഡെയിലി ആക്ടിവിറ്റീസിലൊന്നും തന്നെ ഇതുപോലെ അരഭാഗത്തൊരു സ്റ്റിമുലേഷൻ കിട്ടത്തില്ല സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ കൈകളുടെ പൊസിഷൻ ശ്രദ്ധിക്കണം, കാലിലെങ്ങാനാണ് കൈകൾ പിടിക്കുന്നത്, ആ രീതിയിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തായി നമുക്ക് ധനുരാസനം ചെയ്യാം. കമന്ന് കിടന്നിട്ട് കൈ 2 കാലിലും പിടിച്ച് നന്നായിട്ട് ബെൻഡ് ചെയ്യുക. ഈ സമയം നമ്മൾ ശ്വാസം സാധാരണ പോലെ എടുത്താൽ മതി. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ ബോഡിയുടെ മുഴുവൻ വെയിറ്റും നമ്മുടെ അബ്ഡോമൻ ഭാഗത്താണ് വരുന്നത്. ഇത് നമ്മുടെ അബ്ഡോമൻ ഭാഗത്തെ മസിൽസിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾ ബോഡി വർക്കൗട്ടാണ് ആക്ച്വലി ഈ ധനുരാസനം. ഇത് നമുക്ക് ഒരു സമയം 5 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം എഴുന്നേൽക്കുന്നൊരു രീതിയുണ്ട്. ഭുജംഗാസനത്തിൽ വന്ന് നേരെ പർവ്വതാസനത്തിൽ വന്ന് ഈ സമയത്ത് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിട്ട് വേണം കുനിയാൻ. അതിനുശേഷം നമുക്ക് വജ്രാസനത്തിൻ്റെ പൊസിഷന് വന്നിരിക്കാം. ഇതൊരു ഓൾ ബോഡി വർക്കൗട്ടാണ്. ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ സെക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ ശശാങ്കാസനവും വജ്രാസനവും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്തെ മസിൽസിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനായിട്ട് നമ്മുടെ ശരീരം പുറകോട്ടും വളയുന്നു, മുന്നോട്ടും വളയുന്നു. അപ്പോൾ ഈ ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുന്നോട്ട് കുനിയുമ്പോൾ ശ്വാസം നമ്മൾ പൂർണ്ണമായി പുറത്തേക്ക് വിടണം. യോഗയുടെ നിയമം അങ്ങനെയാണ്. ബാക്കിലോട്ട് മലകുമ്പോൾ ശ്വാസം എടുക്കുക. ഈ സമയത്ത് നമ്മൾ ശ്വാസം എടുക്കണം. മുന്നോട്ട് കുനിയുമ്പം ശ്വാസം പുറത്തേക്ക് വിടണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രത്യേക കാര്യം, നമ്മൾ യോഗയിലെ പെർഫെക്ഷനോട്ട് വരുന്നത് ക്രമേണ വേണം. സ്ട്രെയിൻ എടുത്ത് നമ്മൾ യോഗ ചെയ്യരുത്. ആദ്യമായിട്ട് ചെയ്യുന്നവർ വളരെ സ്ലോലി ചെയ്ത് തുടങ്ങണം. അടുത്തത് നമുക്ക് സേതുബന്ധനാസനം ചെയ്യാം. ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരാസനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അരഭാഗത്തെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡാണിത്. നടുവേദനയ്ക്കൊക്കെ പറ്റിയ ഒരു റെമഡിയാണ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഇങ്ങനൊരു മൂവ്മെൻറ്റ് വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. ആക്ച്വലി നമ്മൾ മുന്നോട്ട് കുനിയാനുള്ള ടെൻഡൻസിയാണ് ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്നത് കൂടുതലും. നമ്മുടെ വെർട്ടിബ്രയ്ക്ക് സ്പൈനൽ കോഡിനൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു എക്സർസൈസാണിത്. വളരെ റിലാക്സ് ചെയ്യുകയാണ് ഈ സമയത്ത് അവിടെ. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് അരഭാഗം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള സെക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ അരഭാഗത്തൊക്കെയുള്ള ബ്ലഡ് വെസൽസിനൊക്കെ നല്ല സർക്കുലേഷൻ വേണം. പ്രത്യേകിച്ച് ഒരു തടസ്സവുമില്ലാതെ ചെറിയ ബ്ലഡ് വെസൽസിൽ പോലും നന്നായിട്ട് ബ്ലഡ് എത്തി അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ബോഡിക്ക് ഉണ്ടാകണം. ഇവിടെ നമ്മൾ ഈ സേതുബന്ധനാസനം ചെയ്യുമ്പോൾ ശ്വാസം സാധാരണ പോലെ എടുത്താൽ മതി. ഒരു 5 പ്രാവശ്യം ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.